നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോൾ ഈ ഇന്ത്യ പാക് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളെല്ലാം വാർത്തകൾ ഇങ്ങനെ പല രീതിയിലും കൊടുക്കുന്നുണ്ട്. അത് ട്രോളുകൾ ഇവരെല്ലാം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിരോധിക്കപ്പെട്ടു ഇന്ത്യക്കകത്ത്. ഇന്ത്യക്ക് പുറത്ത് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്, പക്ഷേ ഇന്ത്യയിൽ ആ യൂട്യൂബ് ചാനൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ കൂടുതൽ വിശദമായി നമ്മളത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഈ മലയാളികളെ മുഴുവൻ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇപ്പോൾ കൊടുത്ത വാർത്തകൾ പരിശോധിക്കുമ്പോൾ പുള്ളി ചെയ്തിരുന്ന എന്താണ്, എന്തൊക്കെയോ വ്യാജ വാർത്തകൾ കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ശ്രീലയ്ക്ക് എന്താണ് കൂടുതലായിട്ട് അറിയാൻ? അതായത് ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവകാശപ്പെടുന്ന ഒരാളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ചാനലുണ്ടായിരുന്നു, മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ. അതിന് മുമ്പ് എന്തൊക്കെയോ ചാനലുകൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നാരദയായിരുന്നു എന്ന് തോന്നുന്നു, നാരദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദൈവഭാഗ്യം കൊണ്ട് ഇന്ന് വരെ ഞാൻ അയാളുടെ ഒരു വീഡിയോയും കണ്ടിട്ടില്ല. കാരണം മാത്യു സാമുവൽ ആരെന്ന് ദേശീയ രാഷ്ട്രീയവും ദേശീയ വിഷയങ്ങളുമൊക്കെ അത്യാവശ്യം പഠിക്കുകയും ബോധമുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് മാത്യു സാമുവലിനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാം. തെഹൽക്ക എന്നൊരു പേരുമായി ചേർത്താണ് പറഞ്ഞത്. അന്ന് തെഹൽക്ക വലിയ അംഗമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ അന്നൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ സംഘടിപ്പിച്ചിരുന്നു. BJPക്ക് എതിരായ സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു. BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു ആദ്യത്തെ ദളിതനായ ദേശീയ പ്രസിഡന്റ്. ബംഗാരു ലക്ഷ്മൺ രാജിവെക്കാനിടയായ സാഹചര്യം ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു ചെറിയ പണം കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ആ പണം എനിക്ക് തോന്നുന്നു ഇത് പാർട്ടി ഫണ്ടാണെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ദേശീയ പ്രസിഡന്റിനൊക്കെ പാർട്ടി ഫണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ജനങ്ങൾ കൊടുക്കും. അത്തരത്തിൽ പാർട്ടി ഫണ്ട് എന്ന രീതിയിൽ കൊടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തെ സ്റ്റിംഗ് ഓപ്പറേഷൻ ആംസാൻ അങ്ങനെ കുറച്ച് ഡിഫൻസിൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നടത്തിയൊരു ഇതായിരുന്നു. അപ്പോൾ അതിൽ മാത്യു സാമുവലിന് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കേസ് ഉണ്ടാവുകയും ആ കേസിൽ 2 കോടി രൂപ കോടതിയിൽ തിരിച്ചടയ്ക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായി. ആകെ ചെയ്ത നാട്ടുകാരറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചാണ് ഇത്രയും കാലം ഇയാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയുന്ന ചില ആൾക്കാരൊക്കെ വന്നിട്ട് മാത്യു സാമുവലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇയാൾ പച്ചയ്ക്ക് വർഗീയത പറയും. യഥാർത്ഥത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ ഏതാണ്ട് ജനിച്ച കാലം മുതൽ സംഘപരിവാർ അനുഭാവിയാണ്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ABVPയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരാളല്ല. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലി മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് മാധ്യമപ്രവർത്തനം പഠിച്ച് അതിനുശേഷം ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. യൂട്യൂബർ അല്ല എന്ന് പറയാം. അപ്പോൾ മാധ്യമപ്രവർത്തകയായി ജോലി ചെയ്തതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് സംബന്ധിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ട്. കാരണം അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധമുഖത്തൊക്കെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. എനിക്കിത് അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്കും രക്തം തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ പരാജയപ്പെടാൻ പാടില്ല, എനിക്കൊരു എത്തിക്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാത്തത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ പോസ്റ്റ് ഇടാറുള്ളത്. മതപരമായതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയമോ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരമാവധി പ്രകോപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. കാരണം ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു തീപ്പൊരി പോലും നമ്മുടെ വാർത്തയിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അനന്തരഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടൊരു യുദ്ധമുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംയമനം പാലിക്കേണ്ട സമയമാണ്. ആ സംയമനം പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഡിഫൻസിലെ ആൾക്കാരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നോട് ഡിഫൻസിലെ ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാത്യു സാമുവൽ വളരെ കൃത്യമായ വിവരം നൽകുന്നത് പോലെ ഒരു കള്ളം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ കള്ളം പാകിസ്ഥാന്റെ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുമൊക്കെ മാത്യു സാമുവൽ ഇത് വളരെ വിശ്വസനീയമായി പറഞ്ഞു വെക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, എത്ര രാജ്യവിരുദ്ധമായ കാര്യമാണ്. ഇനി അഥവാ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് ചെറിയ തിരിച്ചടി കിട്ടിയാൽ പോലും സാധാരണഗതിയിൽ നമ്മളത് പുറത്തു പറയാറില്ല. കാരണം ഒരു യുദ്ധമാണ്. ആ സമയത്ത് നമ്മുടെ 2 സ്ഥലത്തും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ആ കാഷ്വാലിറ്റികളെ പർവ്വതീകരിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന ഉത്തമ ബോധ്യമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടാകേണ്ടത്. ഇവിടെ നോക്കൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്യു സാമുവൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരനും അവരുടെ ഇമോഷൻസിനെയൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുന്നവരാണ്. പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന 2 വിഷയങ്ങൾ, മതവും വിശ്വാസവും. അതെ, ഇത് വെച്ചാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം പോകുന്നത്, രാഷ്ട്രീയത്തിലുപരി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓൺലൈൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഈ സംഘപരിവാർ അനുകൂലികളാണ് ഓൺലൈൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട്. അപ്പോൾ പല കോൺഗ്രസ്സുകാരും പല കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇപ്പോൾ ഒളിഞ്ഞിരുന്നും തെളിഞ്ഞിരുന്നും ഒക്കെ സംഘികളായി വാർത്ത ചെയ്യുകയാണ്.
അവർക്കെല്ലാം അവരുടെ യഥാർത്ഥത്തിൽ അവരെ ഒന്ന് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഒരു കുറച്ചു കാലം, ഒരു 6 മാസം ഇവരെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ടൊക്കെ ഞാനും വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷെ BJPക്ക് എതിരായി ഞാൻ വാർത്ത ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വാർത്തകൾ ചമച്ചിട്ടില്ല. അതായത് ഇപ്പോൾ CPMന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിന് വേണ്ടി അത്തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കലുണ്ടായിട്ടില്ല. വാർത്തകൾ ചിലപ്പോൾ സത്യസന്ധമായ വാർത്തകൾ പറഞ്ഞിട്ടുണ്ടാവാം. BJPയിലെ ചില വാർത്തകൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ BJPക്ക് എതിരായ വാർത്തകളും എനിക്ക് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുമ്പോഴും ആ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് എപ്പോഴും കൊണ്ടു നടക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ പറയാൻ കഴിയുന്നത്. ഓൺലൈൻ മാധ്യമ രംഗത്ത് വന്നപ്പോഴും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനൊരു 3-4 വർഷമായിട്ട് ഓൺലൈൻ ഒരു യൂട്യൂബ് ചാനൽ അടക്കം നടത്തുമ്പോൾ പോലും ഇന്ന് വരെ ജീവിതത്തിൽ എൻ്റെ എത്തിക്സ് വിട്ടിട്ട് ഞാനൊരു കാര്യവും ചെയ്തിട്ടില്ല. പണം വാങ്ങിക്കുക, വാർത്ത ചെയ്യുക, ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുക, ഏതെങ്കിലും ഓഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തുക, അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ വലിയൊരു മാധ്യമമായി, വലിയൊരു ഫ്ലറിഷ് ചെയ്ത ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മാധ്യമമായി പോകാൻ എനിക്ക് കഴിയാത്തതിന്റെ കാരണവും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പണത്തിന്റെ കുറവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശുണ്ടാക്കിയാൽ സ്ഥാപനം നന്നായി പോകും. എന്നോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ, PR വർക്ക് ഓൺലൈൻ മീഡിയ എടുക്കുന്നുണ്ട്. അതായത് ആരെയാണോ കരിവാരി തേക്കുക എന്ന ഒരു ഇന്റൻഷനോടെ കൊട്ടേഷൻ എടുക്കുക. തീർച്ചയായും അതൊരു വലിയ ക്രൈമാണ്. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് ഇപ്പോൾ BJPക്ക് അനുകൂലമായി ചിലപ്പോൾ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ അതെന്റെ മനസാക്ഷിക്ക് അനുകൂലമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾ മുന്നേ ചെയ്ത ചില വാർത്തകൾക്ക് അങ്ങനെ ഒരു പ്രതികരണം ലഭിച്ചിരുന്നു. PR വർക്കാണെന്ന്. അത് നമ്മൾ ആരുടെയും PR എടുത്ത് ചെയ്തതല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന വാർത്തകൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പുറകെ മനസാക്ഷിക്ക് തോന്നുന്നതല്ലല്ലോ, നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ വാർത്തകൾ. അല്ല, അങ്ങനെയല്ല. ഞാനിപ്പോ ഇലക്ഷൻ സമയത്തൊക്കെ ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വാർത്തകൾ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ഒരു ജേർണലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി അദ്ദേഹം ഈ ജില്ലയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് ഗുണകരമാകുന്ന രീതിയിൽ അദ്ദേഹം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ ഇവിടെ നിന്ന് പോയാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയുമായി അടുത്ത ബന്ധമുണ്ട്, ഭാരതത്തിലെ എല്ലാ മന്ത്രിമാരുമായി ബന്ധമുണ്ട്, എല്ലാ വകുപ്പുകളുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിന് പ്രവർത്തനം, അതായത് മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കേരളത്തിലുണ്ടാകും, പല സ്ഥലങ്ങൾക്കും പല ജനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വിഷയാധിഷ്ഠിതമായ ഒരു പിന്തുണ ഞാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അത് PR അല്ല യഥാർത്ഥത്തിൽ. അത്തരത്തിലുള്ള വിഷയാധിഷ്ഠിതമായ പിന്തുണ നൽകുമ്പോൾ അത് എൻ്റെ മനസാക്ഷിക്ക് കൂടി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ മനസാക്ഷിയെ ഞാൻ വഞ്ചിച്ചുകൊണ്ടല്ല വിഷയം. ചിലരുണ്ട് മനസ്സിലൊന്ന് വെച്ച് മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്ക് പണം കൊടുക്കുമെങ്കിൽ ആ സംഘടനയ്ക്ക് വേണ്ടി വാർത്ത ചെയ്യുന്നു, ചില നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം മറ്റുള്ള നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനമാണെന്ന അഭിപ്രായം എനിക്കില്ല. അപ്പോൾ ഞാൻ അത്തരത്തിൽ ഒരു കാര്യം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുകയൊന്നും ചെയ്യുന്ന ആളല്ല. ഇവിടെ ഇപ്പോൾ മാത്യു സാമുവൽ അടക്കമുള്ളവർ, എനിക്ക് തോന്നുന്നു മാത്യു സാമുവൽ ആരുടെ കയ്യിൽ നിന്നോ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ എൻ്റെ ഭർത്താവും ഒരു മാധ്യമപ്രവർത്തകനാണ്, J. ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിനൊക്കെ ഓഫർ വന്നിരുന്നു ലേഖനം എഴുതി കൊടുക്കാൻ. അതായത് 200 വേർഡ്സിന്റെ ലേഖനം എഴുതുമ്പോൾ 3.5 ലക്ഷം രൂപ തരാമെന്ന് അദ്ദേഹത്തിനൊരു മാധ്യമപ്രവർത്തകൻ, അതായത് അപ്പോൾ അതിലും ഗ്രൂപ്പുണ്ട് എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ ഭർത്താവായിരുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ നമ്മളൊക്കെ ഒരു ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു റോൾ മോഡലായി കാണുന്നതിന് പ്രധാന കാരണം അദ്ദേഹം അപ്പോൾ പറഞ്ഞു, എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതി തരാനാണെങ്കിൽ അത് എൻ്റെ അഭിപ്രായമല്ല, അതുകൊണ്ട് ഈ പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വന്ന മെയിൽ അദ്ദേഹം പുറത്തുവിടുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജേർണലിസത്തിൽ ചില എത്തിക്സ് ഉണ്ട്. പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല ജേർണലിസ്റ്റ്. ഇപ്പോൾ ജേർണലിസ്റ്റുകൾ ജോലി ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട്. അപ്പോഴും ഐഡിയലായി ഇതിൻ്റെ എത്തിക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്തു പോകുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. പക്ഷേ കേരളത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ എത്തിക്സ് ഇല്ല. ഇപ്പം മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എറണാകുളത്തെ സിനിമാക്കാരെ ഒന്നും ഞാൻ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ പ്രൊമോഷന്റെ ഭാഗമായി PR വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് ചാനൽ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പേർ കൊച്ചിയിലൊക്കെ ക്യാമറയും മൈക്കും പിടിച്ചൊക്കെ നടക്കുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ വാർത്തയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ മാത്രമാണ് ഞാൻ മാധ്യമ സ്ഥാപനം എന്ന കാറ്റഗറിയിൽ പോലും പെടുത്തുന്നത്. അതിൽ പോലും മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരല്ല ഈ യൂട്യൂബ് ചാനലുകൾ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും മാധ്യമ പ്രവർത്തകരായവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചാനലുകൾ, വാർത്താ ചാനലുകൾ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളുമായി ഇൻഫർമേഷൻ വകുപ്പ് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില യൂട്യൂബുകളൊക്കെ ചെയ്യുന്നത്
സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വൈരാഗ്യം തീർക്കൽ. ഇപ്പൊ എനിക്കൊരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ വന്നിരുന്ന എന്റെ യൂട്യൂബിലൂടെ അയാളെ എതിർത്തി കാണിക്കാൻ ശ്രമിക്കുക, അതിന് മറുപടി അവരിടുക. അപ്പൊ അതൊരു മാധ്യമ പ്രവർത്തനമാണെന്ന് അഭിപ്രായമേ എനിക്കില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതല്ലല്ലോ. ഇപ്പോൾ ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരു ഹണി ട്രാപ്പുകാരിയെ പറ്റി. അത് മാത്രമാണ് പേഴ്സണൽ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിട്ടുള്ളത്. അതിന് കാരണം അത് പോലീസിലെ ഒരു വലിയ വിഭാഗത്തെ ഹണി ട്രാപ്പ് ചെയ്ത ഒരു സ്ത്രീയെ പറ്റിയാണ്. ആ സ്ത്രീ ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ പോലീസ് സേനയാണ് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മറിച്ച് ആ സ്ത്രീ ഈ നാട്ടിലുള്ള ആരെ ഹണി ട്രാപ്പ് ചെയ്താലും ഞാനത് വാർത്തയാക്കുന്ന ആളല്ല. മറ്റൊരു ഹണി ട്രാപ്പുകാരിയെ പറ്റി ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളത് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ നശിപ്പിക്കാൻ ഗുരുവായൂർ വന്ന് കേക്ക് മുറിക്കുക, ഗുരുവായൂരിൽ വന്ന് ഭക്തരെ തെറിവിളിക്കുക, നിരവധി പുരുഷന്മാർക്കെതിരെ ഇത്തരത്തിൽ ഇത് ചെയ്യുക, അങ്ങനെ അതൊക്കെ കൊണ്ടാണ്. അത് ഹണി ട്രാപ്പ് വിഷയമായി വന്നത് പലപ്പോഴും അത് അവർ RSS കാര്യാലയത്തിലേക്ക് വരുന്നു, സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇവർ തട്ടിപ്പുകാരാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയെ വന്നിരുന്ന് കുറ്റം പറയുക, ഏതെങ്കിലും ഒരു പുരുഷനെ വന്നിരുന്ന് അവന്റെ വ്യക്തിപരമായ അവൻ 2 കല്യാണം കഴിച്ചു, ഇവ 3 കല്യാണം കഴിച്ചു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വാർത്തയിൽ അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഒന്നും അംഗീകരിക്കാനും കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റു പല കാര്യം, ചില യൂട്യൂബേഴ്സ് വന്നിരുന്ന് ഭയങ്കര ഇമോഷണലായിട്ട് തെറി വിളിക്കുക, പിണറായി വിജയനെ തെറി വിളിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെതിരായ ഒരാളാണ്. ഒരിക്കലും എന്നെ കൊണ്ട് അത് ചെയ്യാനും കഴിയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി അദ്ദേഹം ചെയ്ത ചില രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സംസ്ഥാനത്തിന് ദോഷം വരുന്ന കാര്യങ്ങളെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെ നമുക്ക് വിമർശിക്കാം. അത്തരത്തിലുള്ള വിമർശനമല്ലാതെ അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ മകളെ, അദ്ദേഹത്തിന്റെ അച്ഛനെ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഒന്നും തെറി വിളിക്കുന്ന ഒരു പതിവ് എനിക്കില്ല. അത്തരത്തിൽ വാർത്ത ചെയ്യുന്നതിന് അത് വാർത്തയാണെന്ന ഒരു അഭിപ്രായവും എനിക്കില്ല. അങ്ങനെ കുറെ യൂട്യൂബേഴ്സ് ഇപ്പോ വാർത്തയാണ്. അതാണ് പറയുന്നത്. മാത്യു സാമുവലും തെഹൽക്കയും ഒക്കെ ഇപ്പൊ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഫേക്കായി ജീവിച്ച ഒരാളാണ് മാത്യു സാമുവൽ. അപ്പോൾ മാത്യു സാമുവൽ ആദ്യം മംഗളത്തിന്റെ ലേഖകനായാണ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത്. മംഗളത്തിന്റെ ലേഖകനായി പോയി അതിനുശേഷം വയലാർ രവിയുടെ സ്റ്റാഫിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ചില ഉടായ്പ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറെ ബന്ധങ്ങളൊക്കെ പിന്നീട് ഉണ്ടാക്കിയ ശേഷം തരുൺ തേജ്പാലുമായി ചേർന്നാണ് തെഹൽക്ക ആരംഭിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ സംബന്ധിച്ച്, വെസ്റ്റേൺ ഓപ്പറേഷൻ സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അതിൽ മാത്യു സാമുവലിന് അടിപറ്റുന്നു. 2 കോടി രൂപ അതിൽ അടയ്ക്കണം, കോടതിയിലേക്ക് തിരിച്ചടയ്ക്കണം, അതായത് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇത് വരുന്നു. അതിനുശേഷം മാത്യു സാമുവൽ നേരെ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. ഭാര്യയെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. അല്ല, അതൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇവരുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അന്വേഷണം പൂർത്തിയാകുന്ന സമയത്ത് ഇദ്ദേഹം ഈ 2 ലക്ഷം രൂപ കൊടുത്തു. 2 കോടി ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അതിവിടെ ആഘോഷമായില്ലേ? അത് വാർത്ത വന്നിരുന്നു. പക്ഷേ ഇത് ഈ നാഷണൽ വാർത്തയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത്ര നാഷണൽ വാർത്ത കാണുന്ന ആൾക്കാരല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആ വാർത്ത, ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമുണ്ട്. പക്ഷേ നാഷണൽ വിഷയങ്ങളോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ മാധ്യമപ്രവർത്തകർ നാഷണൽ വിഷയം എന്നതിലുപരി അത് മറ്റൊരു ഘടകമാണത്. തീർച്ചയായും ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ശരിക്കും മാധ്യമ ധർമ്മമല്ലേ? തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടുമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ആരൊക്കെ വാർത്ത ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ വാർത്ത ഇംഗ്ലീഷ് പത്രത്തിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് മാത്യു സാമുവലിനെതിരെ വിധി വന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആ വിഷയം എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവുമായി പോലും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വിഷയം അന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആ വിഷയം എന്താണ് സംഭവിച്ചത്, കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് അങ്ങനത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനെന്ന് അവകാശപ്പെടാനില്ലാത്ത അയാൾ ഒരിക്കൽ നരേന്ദ്രമോദിയുടെ വിമർശകനായിരുന്ന ഒരാൾ പെട്ടെന്ന് സംഖ്യയാവുന്നു, നരേന്ദ്രമോദിക്ക് അനുകൂലമായി പറയുന്നു എന്ന് പറയുന്നു. ഈ സാധാരണക്കാരായ ഒരു സൈബർ സ്പേസിലുള്ള സംഖ്യകളെ സുഖിപ്പിക്കുന്ന തരത്തിൽ ഈരാറ്റുപേട്ടയിലെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു. പിന്നെ അതുപോലെ മലപ്പുറത്തെ ഇത്തരത്തിൽ മോശമായ പരാമർശം മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ച് നടത്തുന്നു. ഇങ്ങനെ നിരവധി മോശം പരാമർശങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ സാധാരണ സൈബർ സ്പേസിൽ നിൽക്കുന്ന സാഖ്യികൾ അവർക്കൊന്നും സത്യം പറഞ്ഞാൽ സംഘടനയുമായി ബന്ധമുള്ളവരൊന്നുമല്ല. ഇപ്പോൾ ഇതെല്ലാം വരുമ്പോൾ എല്ലാവരെയും ഒറ്റ ടാഗിലാക്കും ചാണകസംഖ്യ. സംഘടനയുമായി ബന്ധമുള്ള ആരെങ്കിലും, സംഘടനയുടെ ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും, ഇപ്പോൾ RSSന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരെങ്കിലും ഇത്തരം വർഗീയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആരും നടത്താറില്ല. അപ്പോൾ പക്ഷേ പേരുദോഷം വരുന്ന
വരുന്നത് മൊത്തം ഈ RSSകാർക്ക് മൊത്തത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ സൂചിപ്പിച്ച്, അതായത് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യമൊന്നുമില്ല. തനിക്ക് കഞ്ഞി കുടിക്കാനുള്ള മാർഗം ആരെ വിറ്റാണെങ്കിലും എന്ത് വിറ്റാണെങ്കിലും, മനസാക്ഷിയെ വിറ്റാണെങ്കിലും അമ്മയെ വിറ്റാണെങ്കിലും അച്ഛനെ വിറ്റാണെങ്കിലും എന്ത് വിറ്റിട്ടായാലും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പണം പിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സംഘപരിവാർ അനുകൂലികൾ എന്ന ഒരു ധാരണയുണ്ടാക്കി ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാത്രമല്ല പ്രീത, ഈ സംഘപരിവാർ അനുകൂലികളാണെന്ന് പറഞ്ഞിട്ടേ ഒരുപാട് പേർ പല മാധ്യമപ്രവർത്തകർ നിരവധി പറയും. എനിക്കറിയാം, ഞാൻ 2002 മാധ്യമപ്രവർത്തകയാകുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ സംഘപരിവാർ അനുകൂലി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ കിട്ടേണ്ട പ്രൊമോഷനുകളോ കിട്ടേണ്ട അവസരങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ട് പിന്നെ ഒരു തരത്തിലും ഇവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളവരെയാണ് ഇവരെ ഒരു വിധത്തിൽ ചിലർ ഒതുങ്ങി നിൽക്കും. ആ ഒതുങ്ങി നിൽക്കുന്നവർ വേട്ടയാടപ്പെടില്ല. ഒതുങ്ങി നിൽക്കാത്ത എന്നെ പോലുള്ളവർ പലപ്പോഴും വേട്ടയാടി എങ്കിലും തകർന്നു പോകില്ലെന്ന ആത്മവിശ്വാസം കൊണ്ടും ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും വർഷമായി ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരുപാട് മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സംഘികളെന്ന ടാഗിൽ ഭയങ്കരമായിട്ട്, അപ്പം നമ്മളെയൊക്കെ ആരും അറിയുന്നതിലപ്പുറത്തേക്ക് ഇപ്പം സംഘികളെന്ന ആ ഒരു ടാഗിൽ ആഘോഷിക്കുന്ന മറ്റു ചിലരെയാണ്. ഒരു ചാനൽ ഫ്ലോറിൽ ഇപ്പോൾ കോൺഗ്രസ്, CPM, BJP എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രതിനിധികളെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന പോലെ, നമ്മളിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് ചർച്ച നടത്തുന്ന പോലെ ജേർണലിസ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഈ സംഘി എന്ന് ആരോപിക്കുന്ന ആളെ ഒന്നും സംഘപരിവാർ അനുകൂലിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആർക്കും അറിയുന്ന ആളുമല്ല, അങ്ങനെ അത്തരത്തിൽ അറിയുന്ന ആളല്ല. പക്ഷേ അതിനൊരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിനൊരു സ്പേസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ളവരെയും തൃപ്തിപ്പെടുത്താനായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പ്രോഗ്രാം അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഉള്ളതുകൊണ്ട് എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർക്ക് അവിടെ അവരുടെ കാഴ്ചക്കാരെ കിട്ടുന്നു, വ്യൂവർഷിപ്പ് കിട്ടുന്നു. ഇവിടെ ഈ മാധ്യമധർമ്മം എന്നൊന്നും ധർമ്മം ഇപ്പം ഇല്ലെന്നേ. വല്ല പത്രക്കാരും ഏതെങ്കിലും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പാവം പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ മാധ്യമധർമ്മം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പലതരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ്. ഈ ഒരു പ്രവൃത്തിയൊന്നുമല്ല, രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുക, അതുവഴി ഏതെങ്കിലുമൊക്കെ ബോർഡിലും മറ്റ് തരപ്പെടുത്തുക. അപ്പോൾ മാധ്യമപ്രവർത്തനം മാത്രമായി അതിൻ്റെ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന എത്ര മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയപ്പെട്ട ഒരാളായിരുന്നു ഈ പറയപ്പെടുന്ന മാത്യു സാമുവൽ. അതുപോലെ നിരവധി പേരുണ്ട്. ഓരോരുത്തരെയും ഓരോ കാലഘട്ടത്തിൽ കാണിച്ചു തരും. നമ്മൾ പിന്നെ ചിലപ്പോൾ അതിലും തന്ത്രശാലികളുണ്ട്. ഞാൻ സംഘപരിവാറാണ് എന്ന് കാണിച്ചുകൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട്. ഇതിൽ ഇരകളാകുന്നത് ആരാന്ന് പാവപിടിച്ച മനുഷ്യർ. സാധാരണ അവർ കരുതുന്നത് ഈ യൂട്യൂബിൽ ഓരോരുത്തരും വന്ന് പറയുന്നത് ഇതെല്ലാം ശരിയാണ്, ഇതാണ് സത്യം എന്നാണ് അവർ കരുതുന്നത്. അതെ ഇവിടെ മാത്യു സാമുവലിന്റെ കാര്യത്തിലും അതാണ് പറ്റിയത്. അത് സാധാരണക്കാർ വിശ്വസിക്കും. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലൊക്കെ വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകനൊക്കെ ആയതുകൊണ്ട് ഡിഫൻസിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ പ്രതിരോധ സേനയിലെ ആൾക്കാർ പറഞ്ഞു, ഇവരൊക്കെ അറിവുള്ള ആൾക്കാരല്ലേ, ഇവർ പറയുന്നത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ആൾക്കാരും ജെനുവിനല്ല, ഈ പറയുന്നതൊന്നും ജെനുവിനിറ്റി ഉള്ളതല്ല. ഇനി എന്നോട് മറ്റേയാൾ പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞാൽ അവൻ ലോക കള്ളനാണ്, അവനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചില മാധ്യമപ്രവർത്തകർ ഇന്ന് രാവിലെ ഞാൻ DGPയെ വിളിച്ചപ്പോൾ, ഈ DGPയെ വിളിച്ചപ്പോൾ DGP ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നേ. അത് തുറന്നു പറയുന്നത് മാധ്യമധർമ്മമല്ല, നമ്മുടെ സോഴ്സ് ഒരു സ്ഥലത്ത് വെളിപ്പെടുത്തുന്ന മാധ്യമധർമ്മമല്ല. അത് നമ്മൾ ചില സോഴ്സ് വഴി കൺഫേം ചെയ്തു എന്ന് നമുക്ക് പറയാം. കൺഫേം ചെയ്ത ഞാനും പറയാറുണ്ട്, ചില സോഴ്സ് വഴി ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ഏത് സോഴ്സ് ആണെന്ന് വെളിപ്പെടുത്തുന്ന മാധ്യമധർമ്മമല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ മാധ്യമധർമ്മം ഒന്നും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കേട്ടോ, പഠിപ്പിക്കാതിരിക്കുന്നൊന്നുമില്ല. ഞാനൊക്കെ പഠിച്ചപ്പോൾ ഇതൊക്കെ ഓരോ സാധനങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിനോദിന്റെ കാര്യം പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റിലെ വിനോദൊക്കെ ആർമിയുടെയും ഡിഫൻസിന്റെയും അതുപോലെ തന്നെ കരസേന, വ്യോമസേന, നാവികസേനയുടെ കോഴ്സ് പൂർത്തിയായിട്ടുള്ള ആളാണ്. എന്നിട്ടാണ് നരേന്ദ്രമോദിയുടെ പേര് പറയാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രൗഡായിട്ട് ഏഷ്യാനെറ്റ് പറയുന്നുണ്ട്. ഞങ്ങളുടെ 2 റിപ്പോർട്ടർമാർ ധനേഷും വിനോദും ഈ കോഴ്സ് സർക്കാർ നടത്തുന്ന, കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇവരുടെ വകുപ്പുകൾ നടത്തുന്ന കോഴ്സുകളാണ്. ആ കോഴ്സുകൾ പഠിച്ച് പാസ്സായിട്ടുള്ളവരാണ് യുദ്ധമുഖത്ത് പോയിട്ട് രാഷ്ട്രീയം കളിക്കുന്നത്. സത്യത്തിൽ അത് യുദ്ധമുഖത്തും രാഷ്ട്രീയം കളിക്കുന്നതിന് തുല്യമാണെന്നേ. അവിടെ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കാശ്മീരിൽ നിൽക്കുമ്പോൾ ഇയാൾക്ക് എന്ത് രാഷ്ട്രീയം? ഏത് സമയത്തും റിപ്പോർട്ടർ പോലും ഇല്ലാതായി പോകാവുന്ന ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പോലും തൻ്റെ ഇടതുപക്ഷത്തിന്റെ ആ ഒരു പ്രൗഢി, അല്ലെങ്കിൽ താൻ ഇടതുപക്ഷക്കാരനാണെന്ന് മനുഷ്യരെ കാണിച്ചു കൊടുക്കുകയോ, എന്താണത്? മനസ്സിലാവുന്നില്ല. അതാണോ മാധ്യമധർമ്മം? ആ സമയത്ത് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നത്, ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കാൻ ഇവിടെ നിന്ന് സംഭവിക്കുന്നില്ല. പ്രകടമായി ഈ യുദ്ധമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്നവർ പോലും പറയുന്നത് എന്താണ്? നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കുന്നു. ആണ്, നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കുന്നില്ല.
നമുക്കറിയാമല്ലോ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തിന് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇന്ത്യ വിചാരിച്ചാൽ ഒറ്റയടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാനെ. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ള അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അദ്ദേഹം കൃത്യമായ നിലപാടുമായി ലോകരാഷ്ട്രങ്ങളുമായി സംസാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെയല്ലേ സംസാരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കരുത്. നമ്മളൊരു 2 ദിവസം, എനിക്ക് തോന്നുന്നു 1 ദിവസം പോലും നമ്മൾ നന്നായി യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ലാതാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ കൃത്യമായി വളരെ നിർണായകമായ തന്ത്രങ്ങളുമായാണ് അദ്ദേഹം നീങ്ങുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പാകിസ്ഥാൻ ഇപ്പോൾ നിയന്ത്രണ രേഖ, നമ്മുടെ നിയന്ത്രണ രേഖയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഭാരതം അത് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അച്ചടക്കത്തോടു കൂടി കൃത്യമായ കാര്യങ്ങളാണ് ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ചില നടിമാരൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഈ നടിമാർക്ക് മുന്നിൽ ഇത്തരം വിഷയങ്ങൾ ചോദിച്ചുകൊണ്ട് മൈക്ക് വെക്കരുത്. എനിക്കത് നടന്മാർക്ക് കുറച്ചുകൂടി രാഷ്ട്രീയ ബോധം കാണും. എത്ര നടിമാർക്കാണ് രാഷ്ട്രീയ ബോധമുള്ളത്? ഒരു നടിമാർക്കും ഇല്ല. ചുമ്മാതെ എന്റെ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരും ഒക്കെ പാകിസ്ഥാനിലാണ്, നമുക്കും ഒക്കെ പലയിടത്തും കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമില്ല. അവരിൽ നിന്ന് നമ്മൾ അഭിനയം പ്രതീക്ഷിക്കും. അത് മാത്രം പ്രതീക്ഷിക്കാൻ പാടില്ല. അതിന് സാമൂഹ്യ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അഭിപ്രായങ്ങളൊക്കെ അത് ഈ കൊച്ചിയിലെ മീഡിയക്കാർ പെമ്പിള്ളാരെയൊക്കെ കാണുമ്പോൾ കൊണ്ട് മൈക്ക് പിടിക്കുന്നതാന്നേ. അതിനിടയ്ക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയാതെ ഇപ്പൊ എന്തോ നടക്കുന്നതെന്ന് പോലും അറിയാതെ ഒന്ന് നോക്കിയാൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് പോലും അറിയാത്ത നടിമാരാണ് ഇവിടെ ഇത്തരത്തിൽ വർത്താനം പറയുന്നത്. അതുകൊണ്ട് ദേവി ഇത് ഞാൻ പറയുന്നത് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരോടാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ വല്ല ഫാഷനെ കുറിച്ചോ ഉടുപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കൂ. ദയവ് ചെയ്ത് നടിമാർക്ക് മുന്നിൽ ക്യാമറ വെച്ചുകൊണ്ട് ആ നടിമാരെ കൂടി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുകയും അത് സമൂഹത്തിന് മുന്നിൽ കാണിക്കുകയും ചെയ്യരുത്.